ഹായ് ഗായ്സ്, ഞാനും നിങ്ങളും ഒരേ തെറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ വാഴ്ത്തപ്പെട്ടവനും നിങ്ങൾ മോശപ്പെട്ടവനും. അതെങ്ങനെയാണ് ശരിയാവുക? കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്കുകളും മോശം പ്രകടനങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നതും അഭിപ്രായം പങ്കുവയ്ക്കുന്നതും മനസ്സിലാക്കാം. പക്ഷെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ, ഇതേ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ തന്നെ രൂക്ഷ വിമർശനവുമായിട്ട് മുമ്പോട്ട് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തി അവർ ചെയ്താൽ അവർ മോശപ്പെട്ടവനും ഞാൻ നല്ലവനുമാകുന്നത് എങ്ങനെയാണ്? അതിനെ എങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിലാണ് ന്യായീകരിക്കാനായിട്ട് സാധിക്കുക? അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അഷ്കർ ടെക്കി എന്ന യൂട്യൂബ് ചാനലിലെ അഷ്കറിനെ കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം 3-4 പെണ്ണ് കേസുകൾ, അവിഹിത കേസുകൾ, ഒളിച്ചോടിയ കേസുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇരുന്ന് 1 മണിക്കൂറൊക്കെ ചർച്ച ചെയ്യാറില്ലേ നീ? ഇല്ലേ ഗൈസ്? ഇത് മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല. ഈ അടുത്ത് MDMA എന്ന മാരക മയക്കുമരുന്നുമായിട്ട് ടീച്ചർമാരെ വരെ പിടിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ച വന്നിട്ടുണ്ട്. അതുപോലെയാണോ ഇത്? ഇതുപോലെ പല പല കേസുകളും, ഈ ലഹരി പിടിക്കുന്നത്, പിന്നെ പീഡന കേസുകൾ, അങ്ങനെയുള്ള ഒരുപാട് മോഷണ കേസുകൾ, അങ്ങനെ പല പല സാധനങ്ങൾ വരാറുണ്ട്. എക്സ്പോസ് ചെയ്തോ കുഴപ്പമില്ല. അതിലൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് നന്നാവാൻ കഴിയുമെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് അവിടെ നാണക്കേട് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നന്നാകാനുള്ളൊരു മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇതോ? കമോൺ മാൻ, എന്ത് ലോജിക്കാണ് ഇതിനകത്തുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അഷ്കർ എന്താണ് ചെയ്യുന്നത്? റിയാക്ഷൻ വീഡിയോ തന്നെയല്ലേ? അഷ്കർ സായി കൃഷ്ണൻ ഇവിടെ കുറ്റം പറയുമ്പോൾ, സായി കൃഷ്ണ കുടുംബശ്രീ പരിപാടിയാണ്, അവിഹിത കഥകളാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അന്തസ്സായിട്ട് പോയിരുന്ന ആ വീഡിയോ മുഴുവനായി കണ്ടിട്ട് അതിന്റെ കട്ടുകൾ എടുത്തുകൊണ്ട് വന്നല്ലേ റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ അഷ്കറും ഇവിടെ ചെയ്യുന്നത്? അഷ്കർ എന്തിനാണ് ആ വീഡിയോ പോയി കാണാൻ പോയത്? അഷ്കർ കാണുന്നത് പോലെ തന്നെയാണ് കുറേയധികം ഓഡിയൻസും ഇത് പോയി കാണുന്നത്. ഇനി നിങ്ങൾ ആ പർട്ടിക്കുലർ വ്ളോഗറുടെ പേരും ആ വ്ളോഗറുടെ ഭാര്യയുടെ പേരും ഒന്നും പരാമർശിക്കുന്നില്ല എങ്കിലും ഒരു ക്യൂരിയോസിറ്റി അറിഞ്ഞോ അറിയാതെയോ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പബ്ലിക്കിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ആ വ്ളോഗറുടെ വീട്ടിൽ നടന്ന പ്രശ്നം നിങ്ങളുടെ ഈ വീഡിയോ കണ്ട പല പ്രേക്ഷകരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആരായിരിക്കും ആ വ്ളോഗർ എന്നറിയാനുള്ള ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ഉറപ്പായിട്ടും സീക്രട്ട് ഏജന്റിന്റെ പേജ് പോയി ഈ നിങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവരും പോയി സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ആ വ്ളോഗർ ആരാണ്, എന്താണ് ആ പ്രശ്നം, ആരാണ് അയാളുടെ ഭാര്യ, ആരുടെ കൂടെയാണ് പോയത്, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം അവർക്ക് കിട്ടും. സോ നിങ്ങളും ഈ ചെയ്യുന്നത് എന്താ പറയാ, ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ 2 അറ്റം ഉറിഞ്ചു വലിക്കുക എന്നൊക്കെ സിനിമയിൽ ഡയലോഗ് പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഒരാൾ മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ വിഷയം സംസാരിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്ന് പറയാനുള്ള യാതൊരുവിധ റൈറ്റ്സും എനിക്കില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പോലും എന്നെ ഈ കാണുന്ന കേൾക്കുന്ന ഓഡിയൻസ് നിങ്ങളുടെ ചാനലിൽ വന്ന് എന്താണ് ആ വിഷയമെന്ന് നോക്കാനും അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ചാനൽ പോയി നോക്കിയിട്ട് ഏതാണ് ആ വ്ളോഗർ എന്ന് അറിയാനും ശ്രമിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധേന ഇതെല്ലാവരും ഒരേ ലൂപ്പിൽ തന്നെ കിടന്നാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വാഴ്ത്തപ്പെട്ടവനും നിങ്ങൾ മോശപ്പെട്ടവനും ആണെന്ന് പറയാൻ ഒരു തരത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു അധികാരമുണ്ടെന്നോ റൈറ്റ്സ് ഉണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ചാനലിന്റെ തന്നെ ബയോയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? അഷ്കർ ടെക്കി എന്നാണ് ചാനലിന്റെ പേര്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നത്. നിങ്ങൾ ഒരു മലയാളം റിയാക്ഷൻ ചാനലാണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് പോലെ MDMA, ലഹരി കേസുകൾ, അല്ലെങ്കിൽ കള്ളക്കടത്ത് വേട്ടകൾ, ഒരു മന്ത്രി രാജിവെക്കുന്നത്, കോവിഡ്, മഴ, പ്രളയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ കമോൺ മാൻ, നിങ്ങൾ ആദ്യം അത് ഷോ ചെയ്ത് കാണിക്കൂ. നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു കോണ്ടന്റ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ഓഡിയൻസിനെ റീറ്റെയിൻ ചെയ്ത് അതിനകത്ത് നിന്ന് ഇൻകമും അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പും ഉണ്ടാക്കി മാതൃക കാണിക്കൂ. നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളത് ചെയ്യാതെ ഇതുപോലെയുള്ള കോണ്ടന്റ് എടുത്തു വെച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യാതെ എങ്ങനെയാണ് നമ്മളോടത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളോട് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് ആവശ്യപ്പെടാനായിട്ട് സാധിക്കുക? ഇവന്റെ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അപരാധം പടച്ചു വിടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പോവാൻ കാരണം അവനാണ്, അവൾ രംഗത്ത്, വീഡിയോ പുറത്ത്. ഏത് വീഡിയോ പുറത്ത്? എന്ത് വീഡിയോ പുറത്ത്? പോലീസ് സ്റ്റേഷൻ നടന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, കരഞ്ഞുകൊണ്ട് അമ്മ, ഒളിച്ചോടിയത് ഒരു പെണ്ണ് പിടിയന്റെ കൂടെ, ജീവിക്കാൻ വകയില്ല, മറ്റൊരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയത്. നിന്നോട് പറഞ്ഞോ അത്? നീയൊക്കെ ഏതടാ മരഭൂതമേ? ഓരോരുത്തന്മാരുടെ ലൈഫ് വെച്ചിട്ട് ഊമ്പിച്ചിങ്ങനെ നക്കി ജീവിക്കുന്നത് എന്ത് സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത്? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? പേഴ്സണൽ ലൈഫ്
പേഴ്സണൽ ലൈഫ് ഒരു പരിധിയിലധികം എക്സ്പോസ് ചെയ്ത് സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഒരു പരിധിയിലധികം പേഴ്സണൽ ലൈഫിനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള തംബ്നെയിലുകളും ക്യാപ്ഷനും വയ്ക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവരുടെ ചാനലിലേക്ക് ആൾക്കാർ വരികയും അവരുടെ ചാനലിലേക്ക് ആൾക്കാർ ക്ലിക്ക് ബൈറ്റ് കൊടുക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരും തെറ്റുകാരാണ്, അതുപോലെ തന്നെ ഇത് കാണുന്ന ആൾക്കാരും തെറ്റുകാരാണ്. ഈ പറയുന്ന അഷ്കർ ടെക്കി അല്ലെങ്കിൽ അഷ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാരും നിങ്ങളും ഈ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയുടെ പേരിലാണല്ലോ ഇങ്ങനെയുള്ള ചാനലുകളിൽ പോയി ക്ലിക്ക് ചെയ്യുകയും ആ ക്ലിക്ക് ബൈറ്റിന്റെ പേരിൽ ആ വീഡിയോ മുഴുവൻ വൈറലാവുകയും അല്ലെങ്കിൽ കയറി പോവുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ വീഡിയോസിന് റീച്ച് ഉണ്ട്. അതുകൊണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള ക്യാപ്ഷനുകൾ കൊടുക്കാനായിട്ട് അവർ നിർബന്ധിതരാകുകയാണ്. നീ വിളിക്കുന്നത് എന്തിനാടാകെ? നീ വിളിക്കുന്നത് ഇതുപോലെ ഓരോ ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ആരെങ്കിലും അടിയിലാകുന്ന സമയത്ത് അവരെ വിളിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? തൊലിക്കട്ട കൊണ്ടുപോയിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കമത്തും. അത് അരമണിക്കൂർ ഫോൺ സംഭാഷണമാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വീഡിയോ, 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വീഡിയോ, അത് നേരെ ഇങ്ങോട്ട് പറിച്ച് നടും. അതാണ് ഇവൻ ചെയ്യുന്നത്. അതിനാണ് ഇവൻ ആളുകളെ വിളിക്കാറുള്ളത്. സംസാരിക്കുന്നത് സായി കൃഷ്ണനെ കുറിച്ചിട്ടാണ്, സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങളുടെ കാഴ്ചപ്പാട് ബഹുമാനിക്കുന്നു. പക്ഷേ ഈ സായി കൃഷ്ണ ഏതെങ്കിലും ഒരു വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിന്, ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സായി കൃഷ്ണ വിളിക്കുന്ന ഉടനെ തന്നെ ആ പ്രശ്നത്തിൽ ഇരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം വിളിക്കുന്ന ഒരു പരിചയക്കാരന്റെ ഫോൺ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമോ? ഞാനാണെങ്കിൽ അറ്റൻഡ് ചെയ്യില്ല. നമ്മൾക്കൊരു പ്രശ്നമോ നമ്മളൊരു വലിയൊരു ട്രബിളിലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചാൽ മാത്രമായിരിക്കും നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വേണ്ടപ്പെട്ട ഒരാളോട് മാത്രമായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന ബ്ലോഗർ ആയാലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് സായി കൃഷ്ണൻ സംസാരിച്ചിട്ടുള്ള വ്യക്തികളായാലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സായി കൃഷ്ണനോട് പറയുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സായിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊരു പോയിന്റ് ഉണ്ട്. കാരണം അയാൾ അതിനു മുമ്പും അതിന് ശേഷവും അവരോട് നല്ല ടച്ചിൽ തന്നെ, ഗുഡ് ടേംസിൽ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സായി കൃഷ്ണനോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ല, അപ്പോൾ പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇയാൾ വിളിക്കാറുള്ളൂ. അങ്ങനെ വിളിക്കുമ്പോൾ മാത്രം കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നോർത്ത് ആൾക്കാർ പ്രശ്നങ്ങൾ തുറന്നു പറയും എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അയാളുടെ ഫോൺ എടുക്കേണ്ടാത്തവർ അവോയ്ഡ് ചെയ്യുകയുള്ളൂ. ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ മാത്രമാണ് ഫോൺ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയേ ചെയ്യുകയുള്ളൂ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഭാഷ എന്ന് പറയുന്ന സാധനം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ചിലപ്പോഴൊക്കെ നമ്മുടെയും ടെമ്പർ തെറ്റിപ്പോവും, നമ്മുടെ വായിൽ നിന്ന് മോശം വാക്കുകളൊക്കെ വരും, ശരി. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഷ്കറിന് ടെമ്പർ തെറ്റേണ്ട യാതൊരുവിധ കാര്യമോ ഹൈപ്പർ ആവേണ്ട കാര്യമോ ഒന്നും ഇല്ല. വേറൊരാളുടെ പ്രശ്നമാണ് സംസാരിക്കുന്നത്, വേറൊരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായി ഹേർട്ടായി ടെമ്പർ തെറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചാൽ മാത്രമേ പ്രേക്ഷകർ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രേക്ഷകരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ അഷ്കറിനുണ്ടോ? അതുപോലുള്ള തെറ്റിദ്ധാരണയായിരിക്കും ചിലപ്പോൾ ക്യൂരിയോസിറ്റി വളർത്തുന്ന തംബ്നെയിൽ കൊടുക്കണം എന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്കും ഉണ്ടാവുക. മോശപ്പെട്ട വാക്കുകൾ ഈ വീഡിയോയ്ക്കകത്തിരുന്ന് പറയുകയും, എന്താ പറയാ, തൊലിക്കട്ടെ, അല്ലെങ്കിൽ കൊണക്കട്ടെ, അപരാധിക്കുന്നു, അങ്ങനെയുള്ള മോശം വാക്കുകൾ അഷ്കർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി താഴെ മാത്രമാണ് ഇതുപോലെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന തംബ്നെയിൽ കൊടുക്കുന്നവർ തെറ്റ് ചെയ്യുന്നുള്ളൂ. താങ്കൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. സ്വന്തം കണ്ണിലെ കമ്പെടുക്കാതെ മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ കോണ്ടന്റ് കാണുകയും അതിനകത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അയാളോട് ചെയ്യരുതെന്നും അയാൾ മോശക്കാരനാണെന്നും ഞാൻ മാത്രം നല്ലതാണെന്നും പറയുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വേട്ടയും സ്വർണ്ണക്കടത്തും ഒക്കെ മാത്രം സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ, അങ്ങനെ സംസാരിക്കുന്നതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ താങ്കൾ ആദ്യം അതൊന്ന് ചെയ്ത് കാണിക്കണം. അങ്ങനെ ചെയ്ത് കാണിച്ചതിന് ശേഷം ഉപദേശിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.